കപ്പിൾ കൗൺസിലിങ്ങിനിടയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പരാതിയാണ് എൻ്റെ പാർട്ട്ണറുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഞാനല്ല അവരുടെ ഫ്രണ്ട്സ് ആണെന്ന്. കൂടുതലും ഭാര്യമാരാണ് ഇത്തരം ഒരു പരാതി പറയാറ്. വളരെ വിരളമായിട്ടുള്ള കേസസിൽ ഭർത്താക്കന്മാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്നാൽ ഉടനെ പോകും ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക്. ഒരു 10-12 മണി വരെ ഫ്രണ്ട്സുമായി സംസാരിച്ചിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട്സുമായിട്ടുള്ള ഔട്ടിംഗ് ഉണ്ടാവും. എന്നോട് പറയാത്ത പല കാര്യങ്ങളും കൂടുതലും ഷെയർ ചെയ്യുന്നത് ഫ്രണ്ട്സ് ആയിട്ടാണ്. ഇനി ഭർത്താക്കന്മാർ പറയുമ്പോൾ 2-3 മണിക്കൂറൊക്കെയാണ് ഒരു ഫ്രണ്ടിനെ വിളിച്ച് വിശേഷം പറയുന്നത്. ആ സമയത്ത് ഞാനൊന്ന് ഓഫീസിൽ നിന്ന് വരുമ്പോൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കാനോ എൻ്റെ കാര്യങ്ങളൊന്ന് നോക്കാനോ പോലും അവൾ തയ്യാറാവാറില്ല. ഇവിടെ നമുക്ക് 2 പേഴ്സ്പെക്റ്റീവിൽ നിന്ന് സംസാരിക്കാം. മേ ബി നിങ്ങളുടെ പാർട്ട്ണർ കൂടുതൽ കംഫർട്ടബിൾ ആവുന്നത് അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തായിരിക്കാം. ഒരു പ്രശ്നം സംസാരിക്കുമ്പം അവരെ കൂടുതൽ മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ കൂട്ടുകാരിയോ ആവാം. സോ നിങ്ങൾക്ക് ശ്രമിക്കാം നിങ്ങളുടെ പാർട്ട്ണറുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ. നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്തും ഫാമിലി പ്ലാനിങ്, ഫിനാൻഷ്യൽ ബഡ്ജറ്റിംഗ്, ഫാമിലി ഇഷ്യൂസ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഇതിൽ നിന്നും ഒരു പടി മുൻതൂക്കം നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ലി ആൻഡ് കാഷ്വൽ ടോക്സിന് നൽകാം. ആസ് എ ഫ്രണ്ട് എന്നും പറയാനുള്ള ഒരു സ്പേസ് നിങ്ങളുടെ പാർട്ട്ണറിന് നൽകാം. മോസ്റ്റ് കേസസിലും എൻ്റെ പാർട്ട്ണറുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഞാനല്ല ഫ്രണ്ട്സ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എവിടെയൊക്കെയോ നമ്മുടെ പല നല്ല ഫ്രണ്ട്സിനെയും ഈ പാർട്ട്ണറിന് വേണ്ടി വിട്ടുകളഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ എവിടെ വെച്ചോ ഈ ഒരു വ്യക്തിയിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയിട്ടുണ്ടെന്നാണ്. സോ അതെല്ലാം തിരിച്ചറിഞ്ഞ് അതെല്ലാം റിയലൈസ് ചെയ്ത് നമ്മളുടേത് മാത്രമായിട്ടുള്ള ഒരു സോഷ്യൽ ലൈഫും നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്.